മായും ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും വലിയ പ്രതിരോധത്തിലാക്കി എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ബി ജെ പിയോടുള്ള സമീപനം. അതെപ്പോഴും ഒരു ആശങ്കയുടെയും സംശയത്തിൻ്റെയും നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം അതിൻ്റെ പ്രചാരണത്തിൻ്റെ മുനമൂർച്ച കൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ ബി ജെ പി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിശക്തമായ പ്രചാരണം ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. ആ പ്രചാരണത്തിൻ്റെ മുനയൊടിക്കുന്ന ഒരു സംഭവമാണ്. നോക്കൂ, എൽ ഡി എഫിൻ്റെ കൺവീനർ, അതുമാത്രവുമല്ല സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഒരു പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള സി പി എം നേതാക്കളിൽ ഒരാൾ, അദ്ദേഹം ബി ജെ പിയുമായി ചില രഹസ്യ ഇടപാടുകൾക്ക് തുനിഞ്ഞിറങ്ങി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തെ ഭാഗികമായെങ്കിലും ജയരാജൻ സ്ഥിരീകരിക്കുന്നു. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു, തുറന്നു സമ്മതിച്ചിരിക്കുന്നു. നിശ്ചയമായും ഇത് ഇന്ന് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ അലയൊലികൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു വിവാദത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് സി പി എമ്മിന് നേരിടേണ്ടി വരും. സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാമല്ലോ, താങ്കൾ തന്നെ നേരത്തെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ചും പ്രകാശ് ജാവ്ദേക്കറെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ നൽകാവുന്ന വിശദീകരണങ്ങൾ തുലോം തുച്ഛമാണ്. അവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെ വെളിപ്പെടുത്താൻ ഒരു കാരണവശാലും ജയരാജനും കഴിയില്ല, പ്രകാശ് ജാവ്ദേക്കർക്കും കഴിയില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറിന് കഴിയും. അങ്ങനൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാർ ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ആ വെളിപ്പെടുത്തിയതിനെ ഒന്നിനെയും തന്നെ ജയരാജൻ കാര്യമായി കണ്ടസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ എന്തെങ്കിലും കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എന്തൊക്കെയാണ് ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ളത്? നോക്കൂ, പ്രകാശ് ജാവ്ദേക്കർ നേരം പോക്കിനല്ല ജയരാജൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു സൗഹൃദം അവർക്കിടയിൽ രൂപപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല, ജയരാജനൊന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ മറാഠി കടന്ന ഹിന്ദിയൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന്. അപ്പോൾ ആ അർത്ഥത്തിലൊരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു സൗഹൃദത്തിൻ്റെ തുടർച്ചയായിട്ടൊരു നേരം പോക്കിന് അവിടെ വന്ന് ചായ കുടിച്ച് പോകാൻ പ്രകാശ് ജാവ്ദേക്കർ തീരുമാനിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു പൊളിറ്റിക്കൽ മിഷനോടുകൂടി തന്നെയാണ് ജാവ്ദേക്കർ അവിടെ എത്തിയിരിക്കുന്നത്. ആ കാര്യം ജയരാജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു കാരണവശാലും ജയരാജനെ ഒരാൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല, പ്രകാശ് ജാവ്ദേക്കർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. അവിടെ പിന്നെ മൂന്നാമതായി നിന്നിട്ടുള്ള നന്ദകുമാറിനാണ് അത് വെളിപ്പെടുത്താൻ കഴിയുക. നന്ദകുമാറും ജാവ്ദേക്കറും തമ്മിൽ നല്ല ബന്ധമാണ് എന്നുള്ളതിന് ദൃശ്യമായിട്ടുള്ള തെളിവുകൾ തന്നെയുണ്ട്. അവരൊരുമിച്ച് ഒരു ഇന്നോവ വണ്ടിയിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ദൃശ്യം തന്നെ കണ്ടിട്ടുണ്ട്. ഏതായാലും നന്ദകുമാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ജയരാജൻ്റെ മുന്നിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ വയ്ക്കുന്നത്. ഒന്ന്, ലാവ്ലിൻ കേസിൽ കൺസീഡ് ചെയ്യും. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ കോടതിയിൽ വരുമ്പോൾ സോളിസിറ്റർ ജനറൽ കൺസീഡ് ചെയ്യും. 2, സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകളുടെയൊക്കെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണത് സ്റ്റോപ്പ് ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം കൂടിയുണ്ട്. 2026 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിക്കും. ഈ 3 കാര്യങ്ങളാണ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനോട് പറഞ്ഞിരിക്കുന്നത്. പകരം ഒരൊറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി. എന്താണ് ആ കാര്യം? ഒരു സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കണം. അതും ഏത് സീറ്റാണെന്ന് കൂടി പറയുന്നു. ഏതാണ്? തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ബി ജെ പിയുടെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ഇ ഡി ഇവിടെ ഇറക്കിയിട്ട് കരുവന്നൂർ കേസിൽ, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസിൽ, അതേപോലെ SFIOയുടെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ കേസ്, SFIയുടെ കേസൊക്കെ നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത് ദ്രുതഗതിയിലാക്കുകയും ചെയ്തത് നിങ്ങൾ സി പി എമ്മിനെ ഭീഷണിപ്പെടുത്താനാണോ അതോ സത്യം പുറത്തു കൊണ്ടുവരാനാണോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യത്തെ എല്ലാ അഴിമതികളെയും തുടച്ചു നീക്കുകയും ഇവിടെ വലിയ ലൂട്ടിംഗ് നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ നേതൃത്വത്തെ ജയിലഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരുന്നു? സി പി എമ്മിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ നേടുക എന്നുള്ളതായിരുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന അനുയായികളെ മുഴുവൻ വഞ്ചിക്കുകയല്ലേ? 26 വീണ്ടും നിങ്ങളിവിടെ LDFനെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നാണ് ഏൽക്കുന്നത്. ആ അർത്ഥത്തിൽ സ്വർണ്ണക്കടത്ത് കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക് കേസ്, ലാവ്ലിൻ കേസ്, കരുവന്നൂർ കേസ്, ഇവിടെയെല്ലാം നിങ്ങൾ നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ആ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന
ഓപ്പറേഷൻ തന്നെയാണ് കേരളത്തിലും നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ദല്ലാൽ നന്ദകുമാർ ഈ കാര്യത്തിൽ അവിശ്വസിക്കേണ്ടതേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജയരാജനും ഈ കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്താൻ പറ്റില്ല, അതേപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കർക്കും പറ്റില്ല. പ്രകാശ് ജാവ്ദേക്കർക്കും ജയരാജനും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ പോസിബിൾ അല്ല എന്ന് ജയരാജൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ ഒരു ഡീലിനാണ് വന്നത്. ആ ഡീലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇതൊക്കെയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ വിശ്വസിക്കുന്ന അനുയായികൾ ആലോചിക്കണം. 26 തെരഞ്ഞെടുപ്പ് അടക്കമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതൊരു ചെറിയ നീക്കമല്ല. ഒരു സീറ്റിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഈ വിഷയത്തിൽ BJP ആണെന്ന് ഞാൻ കരുതുന്നു. ജയരാജൻ നമ്മൾ വിട്ടുകളയല്ല കേട്ടോ. ജയരാജൻ ഈ കാര്യത്തിൽ പാലിക്കേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, അനാവശ്യമായ കൂട്ടുകളിലേക്ക് ജയരാജൻ പോയിട്ടുണ്ട്. ഇത് ജയരാജൻ ആദ്യം പെടുന്ന വിവാദമല്ലല്ലോ. ജയരാജൻ ബോണ്ട് കേസിൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ലാൻഡ് റോവറിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. നെപ്പോട്ടിസത്തിൻ്റെ കാര്യത്തിൽ അതായത് ബന്ധുവിന് നിയമനം നടത്തുന്ന കാര്യത്തിൽ വിവാദത്തിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ജയരാജൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള അതൃപ്തികളും സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2021 സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥയിൽ അദ്ദേഹം സഹകരിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും ജയരാജൻ നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കാസർഗോഡ് ചുമതല ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് AK ബാലൻ വിശദീകരിക്കുമ്പോഴും അദ്ദേഹത്തെ എവിടെയും നമ്മൾ കണ്ടിരുന്നില്ല. LDF കൺവീനറാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പോയി ചാടുന്നത് ജയരാജൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ജയരാജൻ പക്ഷേ ഈ കാര്യത്തിലൊന്നും സമ്മതം മൂളിയില്ല എന്നുള്ളതാണ് വെളിപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നിങ്ങൾ ഈ ലാവ്ലിൻ കേസ് കൺസീഡ് ചെയ്യുക, നിങ്ങൾ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ അതൊക്കെ എഴുതി തള്ളുക, അതൊക്കെ അവസാനിപ്പിക്കുക, 26 ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റുക, ഞങ്ങളിതാ തൃശ്ശൂർ പിടിച്ചു തരാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം എന്നൊരു സമ്മതം ജയരാജൻ്റെ പക്ഷത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് സാധ്യമല്ല എന്ന് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നു. ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഒരാളെ വിശ്വാസത്തിൽ എടുക്കണമെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ മധ്യവർത്തിയായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ അറിയുന്ന ഒരാൾ വന്ന് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതേ സംബന്ധിച്ച ഭാഗികമായൊരു സ്ഥിരീകരണം ജയരാജൻ നൽകുമ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം. ഞാൻ ഈ കാര്യത്തിൽ ആദ്യത്തെ എൻ്റെ നിലപാടെന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിലെ BJP എന്ന് പറയുന്ന സംഘടനയെയും ആ സംഘടനയിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെയും അതിനോട് അനുഭാവം വെച്ച് പുലർത്തുന്ന വോട്ടർമാരെയും ഒക്കെ വഞ്ചിക്കുന്ന ഒരു നിലപാട്. അതായത് നിങ്ങളെയൊക്കെ ഈ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളിതാ ഇവരെയൊക്കെ പിടിക്കാൻ പോകുന്നു. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയെല്ലാം പൊളിഞ്ഞതിന് ശേഷം ഈ ആറ്റിങ്ങലിലെയും ആലത്തൂരിലെയും പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. അന്ന് ഞാൻ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇത് പറയുന്നുണ്ട്. ആലത്തൂരിലും ആറ്റിങ്ങലിലും വളരെ അസ്വാഭാവികമായൊരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. കാരണം നരേന്ദ്രമോദി അതുവരെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആലത്തൂരിലും ആറ്റിങ്ങലും വന്ന് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സ്കാം എടുത്തിരുന്നു, സ്വർണ്ണക്കടത്തെടുത്തിരുന്നു, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും എടുത്തിട്ടുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഒരു ലൂട്ടർമാരുടെ, അതായത് കൊള്ളയടിക്കാരുടെ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഈ പ്രോജക്റ്റ് പൊളിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നന്ദകുമാർ. ഈ പ്രകാശ് ജാവ്ദേക്കറിന് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPM-നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തറപറ്റിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തങ്ങളുടെ ശക്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്നൊരു വലിയ തിരിച്ചറിവ് ജാവ്ദേക്കറിന് പിന്നീട് ഉണ്ടായി എന്ന് പറയുന്നു. ഏതായാലും ഇത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്നിറങ്ങി ഈ പറയുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ എന്താ പറയുക ഒരു സീറ്റ് സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടായിരുന്നു എന്ന് ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണത്തിനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അഥവാ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ BJP എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ കേരളത്തിൽ വളർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക, അതിനുവേണ്ടി നിങ്ങളുടെ പാർട്ടിയെ വഞ്ചിക്കും, നിങ്ങളുടെ ആശയത്തെ വഞ്ചിക്കും, നിങ്ങളുടെ പ്രവർത്തകരെ വഞ്ചിക്കും, നിങ്ങളുടെ അനുഭാവികളെ വഞ്ചിക്കും, നിങ്ങളുടെ അനുയായികളെ വഞ്ചിക്കും. എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാണംകെട്ട പരിപാടിക്ക് വേണ്ടിയിട്ട് പല ഓപ്പറേഷൻസും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജയരാജന് വീഴ്ച പറ്റി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. Meet the editors.